Good morning students. ഇന്നത്തെ ടോപ്പിക്കാണ് പോളിസി ആപ്ലിക്കേഷൻ പേറോൾ ടാക്സസ് ആൻഡ് സബ്സിഡീസ്. ഇപ്പോൾ US സോഷ്യൽ സെക്യൂരിറ്റി പ്രോഗ്രാംസ് ആയ സോഷ്യൽ സെക്യൂരിറ്റി റിട്ടയർമെൻറ്റ്, ഡിസബിലിറ്റി ആൻഡ് മെഡിക്കെയർ പ്രോഗ്രാംസ്, ഇത്തരം പ്രോഗ്രാംസിനൊക്കെ ഫൈനാൻസ് കിട്ടുന്നത് പല രീതിയിലും US ഗവൺമെൻറ് ടാക്സ് ഈടാക്കിക്കൊണ്ടാണ്. അപ്പോൾ അത്തരത്തിൽ ഫേംസിൻ്റെ മുകളിൽ ചുമത്തുന്ന ഒരു തരം ടാക്സാണ് പേറോൾ ടാക്സ്. അതായത് ഒരു ഫേം അവരുടെ വർക്കേഴ്സിന് എത്രത്തോളം സാലറി അല്ലെങ്കിൽ വേജസിൻ്റെ രൂപത്തിൽ പണം ചിലവാക്കുന്നു, പേറോൾ കോസ്റ്റ് എന്ന് പറയും. ഇപ്പോൾ ടോട്ടൽ പേറോൾ കോസ്റ്റിൻ്റെ ഇത്ര ശതമാനം പേറോൾ ടാക്സിൻ്റെ രൂപത്തിൽ ഓരോ ഫേംസും US ഗവൺമെൻറ്റിന് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ഇതിനെയാണ് പേറോൾ ടാക്സ് എന്ന് പറയുന്നത്. പേറോൾ ടാക്സ് ഫേംസിൻ്റെ മുകളിൽ ചുമത്തുന്ന പോലെ തന്നെ US ഗവൺമെൻറ് വർക്കേഴ്സിൻ്റെ മുകളിലും ചുമത്താറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പേറോൾ ടാക്സസ് ഫേംസിൻ്റെയും വർക്കേഴ്സിൻ്റെയും മുകളിൽ ചുമത്തുമ്പം ഉണ്ടാകുന്ന എഫക്ട്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യമായി പേറോൾ ടാക്സ് ഫേംസിൻ്റെ മുകളിലാണ് ചുമത്തുന്നതെങ്കിൽ എങ്ങനെയാണ് അത് ഫേംസിനെ ബാധിക്കുന്നത് എന്നുള്ളത് ഒരു ഡയഗ്രത്തിൻ്റെ ഹെൽപ്പ് വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ആ ഡയഗ്രത്തിൽ ലേബർ ഡിമാൻഡ് കർവ് D0യും സപ്ലൈ ഓഫ് ലേബർ Sമായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ആൻഡ് ഇനീഷ്യലി ടാക്സ് ഇമ്പോസ് ചെയ്യാത്ത ഒരു സാഹചര്യത്തിൽ ഇക്വിലിബ്രിയം പോയിന്റ് ആണ് A. ആൻഡ് പോയിന്റ് എയിൽ L0 വർക്കേഴ്സിനെ ഹയർ ചെയ്തിട്ടുണ്ട്, ഒപ്പം W0 വേജസുമാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഫേംസ് ആണ് പേറോൾ ടാക്സ് കൊടുക്കേണ്ടത്. അതിൻ്റെ അർത്ഥം ഫേംസ് എത്രത്തോളം വർക്കേഴ്സിനെയാണോ ഹയർ ചെയ്യുന്നത് ആ ഓരോ വർക്കേഴ്സിനും പേറോൾ ടാക്സ് ഫേം കൊടുക്കേണ്ടി വരും. അപ്പോൾ സപ്പോസ് നിലവിലെ ഈ W0 എന്ന വേജ് $10 ആണെന്ന് കരുതാം. അപ്പോൾ ഫേം സപ്പോസ് കൊടുക്കേണ്ട പേറോൾ ടാക്സ് എന്നുള്ളത് ഓരോ ലേബറും ഓരോ മണിക്കൂർ വർക്ക് ചെയ്യുന്നതിന് $1 വീതമാണ് കൊടുക്കുന്നതെങ്കിൽ ഒരു ഫേമിന് ഒരു ലേബറിൻ്റെ ചിലവെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ലേബറിനെ ഹയർ ചെയ്യുമ്പോൾ വരുന്ന ചിലവെന്ന് പറയുന്നത് $11 ആണ്. അതായത് W0 വേജസും പ്ലസ് $1 പേറോൾ ടാക്സും, അങ്ങനെ മൊത്തം $11 ആയിരിക്കും ഒരു ഫേം ഒരു ലേബറിനെ ഒരു മണിക്കൂർ വർക്ക് ചെയ്യാൻ യൂസ് ചെയ്യുമ്പോൾ വരുന്ന ചിലവ്. അപ്പോൾ ഇവിടെ ഫേമിൻ്റെ കോസ്റ്റ് ഓഫ് ഹയറിങ് എ വർക്കർ കൂടുന്നത് കൊണ്ട്, അതായത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടുന്നത് കൊണ്ട് ഫേമിൻ്റെ ഡിമാൻഡ് ഫോർ ലേബർ കർവും ഡൗൺവേർഡ് ഷിഫ്റ്റ് ചെയ്യുവാണ്. അതായത് ലേബർ ഡിമാൻഡ് കുറയുവാണ് ചെയ്യുന്നത്. അപ്പോൾ D0യിൽ നിന്നും D1 ആയിട്ട് ലേബർ ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് ഷിഫ്റ്റ് ചെയ്തിട്ട് ഒരു പുതിയ ഇക്വിലിബ്രിയം പോയിന്റ് ആയ B ഫോം ചെയ്യുവാണ്. ഇവിടെ ഫേംസിൻ്റെ ഇടയിൽ ലേബറിൻ്റെ ഡിമാൻഡ് കുറയുക മാത്രമല്ല ചെയ്യുന്നത്, മറിച്ച് വേജസ് കൊടുക്കുന്നതും W0 -1 ആയിട്ടും കുറയ്ക്കുന്നുണ്ട്. അപ്പോൾ W0 എന്ന് പറയുന്നത് $10. അപ്പോൾ W0 -1 എന്ന് പറയുമ്പോഴത്തേക്കിനും 10 - 1 $9 ആയിട്ട് കുറയുന്നു. ആ 1 എന്ന് പറയുന്നത് ആ $1 ടാക്സ് ഫേംസ് വർക്കേഴ്സിൽ നിന്നും ഈടാക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതായത് $10 വേജസ് ലേബറേഴ്സിന് കൊടുക്കേണ്ട സ്ഥാനത്ത് $1 ടാക്സും കൂടെ ഈടാക്കേണ്ടി വന്നപ്പം മൊത്തം ഫേംസിൻ്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ഒരു ലേബറിനെ ഹയർ ചെയ്യാൻ വരുന്ന കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അവിടെ $11 ആയിട്ട് കൂടി. അങ്ങനെ കൂടിയത് കൊണ്ട് ഫേംസിൻ്റെ ഇടയിൽ ഡിമാൻഡ് ഫോർ ലേബർ കുറയുകയും ആ കുറയുന്നതിൻ്റെ ഒപ്പം തന്നെ ആ $1 ടാക്സ് വർക്കേഴ്സിൻ്റെ ഇടയിൽ നിന്ന് തന്നെയാണ് ഈടാക്കുന്നത്. അങ്ങനെ വേജസ് $10 നിന്നും $9 ആയിട്ട് കട്ട് ഷോർട്ടും ചെയ്യുന്നു. അപ്പോൾ നിലവിലെ $9 വേജസിൽ ഫേംസ് L0 വർക്കേഴ്സിനെ എംപ്ലോയ് ചെയ്യാൻ തയ്യാറാണ്. അതായത് പോയിന്റ് സിയിൽ നമുക്ക് കാണാം. അതേസമയം ലേബർ സപ്ലൈ, ഈ കുറഞ്ഞ വേജസിലെ ലേബർ സപ്ലൈ നോക്കുവാണെങ്കിൽ പോയിന്റ് D ആണ്. അതിനർത്ഥം ഇവിടെ എക്സസ് ഡിമാൻഡ് ഫോർ ലേബർ ആണ് ഉള്ളത്. അവിടെ സപ്ലൈ ഓഫ് ലേബർ കുറവും ഡിമാൻഡ് ഫോർ ലേബർ ആണ് കൂടുതൽ. അപ്പോൾ ഈ ലേബർ സപ്ലൈയുടെ ഷോർട്ടേജ് ഈ കുറഞ്ഞിരിക്കുന്ന വേജസിനെ പുഷ് ചെയ്ത് മാർക്കറ്റ് ക്ലിയറിംഗ് വേജ് ആയ W1 എത്തിക്കും. അതേസമയം വേജ് കൂടുന്നതിൻ്റെ ഒപ്പം തന്നെ എംപ്ലോയ്മെൻറ്റും അവിടെ പോയിന്റ് Dയിൽ നിന്നും L1 ആയിട്ട് കൂടുന്നു. ഇത്തരത്തിൽ വർക്കേഴ്സും ഫേംസും പോയിന്റ് Bയിൽ ഇക്വിലിബ്രിയത്തിൽ എത്തുവാണ്. അപ്പോൾ സപ്പോസ് ഇവിടെ മാർക്കറ്റ് ക്ലിയറിംഗ് വേജ് ആയ W1 $9.5 ആണെന്ന് കരുതാം. അപ്പോൾ പുതിയ ഇക്വിലിബ്രിയം പോയിന്റ് ആയ പോയിന്റ് Bയിൽ ഫേമിന് വരുന്ന
ചെലവ് എന്ന് പറയുന്നത് W1+1 ആണ്. അതായത് W1 പുതിയ വേജസ് ആയ $9.5 പ്ലസ് $1 ടാക്സ്. അങ്ങനെ മൊത്തം ഒരു ലേബറിനെ ഹയർ ചെയ്യാനായിട്ട് ഫേമിൻ്റെ കയ്യിൽ നിന്ന് ചെലവാകുന്ന നിലവിലത്തെ പുതിയ ഇക്വിലിബ്രിയം വെച്ചിട്ടുള്ള ചെലവ് എന്ന് പറയുന്നത് $10.5 ആണ്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ നമുക്കിവിടെ ഇപ്പോൾ കാണാൻ പറ്റുന്നത് ഫേംസ് പേറോൾ ടാക്സ് ഇമ്പോസ് ആകുന്നതിന് മുന്നേ $10 ആയിരുന്നു വേജസ് കൊടുക്കേണ്ടിയിരുന്നത്. ആ സമയത്ത് പേറോൾ ടാക്സും കൂടി ഈടാക്കി ആയിരുന്നെങ്കിൽ $11 ആയിട്ട് ഫേംസിൻ്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വന്നേനെ. ആ $11 ഫേംസിന് കൊടുക്കാൻ പറ്റാതെ വന്നപ്പോൾ ഫേമിൻ്റെ ഇടയിൽ ലേബറേഴ്സിൻ്റെ ഡിമാൻഡ് കുറയുകയും വേജസ് W0-1 ആയി കുറഞ്ഞു. അതായത് $9 ആയിട്ട് കുറഞ്ഞു. പക്ഷെ ആ കുറഞ്ഞ വേജസിൽ വർക്കേഴ്സ് വർക്ക് ചെയ്യാൻ തയ്യാറാവാതെ വന്നപ്പം വേജസ് പതുക്കെ പുഷ് ചെയ്ത് പുതിയ ഇക്വിലിബ്രിയം പോയിന്റ് ആയ W1 എത്തിച്ചു. ആ W1 എന്നു പറയുന്നത് സപ്പോസ് 9.50 ആണെങ്കിൽ അതോടൊപ്പം $1 പേറോൾ ടാക്സും കൂടി ഫേംസ് പേ ചെയ്തുകൊണ്ട് നിലവിൽ ഒരു ലേബറിനെ ഹയർ ചെയ്യേണ്ട കോസ്റ്റ് എന്ന് പറയുന്നത് ഫേംസിന് വരുന്നത് $10.5 ആണ്. ഒന്നും കൂടി ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പേറോൾ ടാക്സ് ഈടാക്കുന്നതിന് മുമ്പേ ഫേംസ് $10 വേജ് കൊടുത്താൽ മതിയായിരുന്നു. പക്ഷേ പേറോൾ ടാക്സ് ഇമ്പോസ് ചെയ്ത് കഴിഞ്ഞപ്പം അത് വർക്കേഴ്സിൻ്റെ വേജ് W1 ആയിട്ട് കുറച്ചു. അതായത് ഇപ്പം നിലവിൽ ഫേംസ് പേ ചെയ്യേണ്ടത് വേജസ് ആയിട്ട് പേ ചെയ്യേണ്ടത് $9.5 ആണ്. ചുരുക്കി പറഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഫേംസും വർക്കേഴ്സും കൂടി പേറോൾ ടാക്സ് ഷെയർ ചെയ്താണ് പേ ചെയ്യുന്നത്. അതായത് $10 വേജസ് ആയിട്ട് കൊടുക്കേണ്ട സ്ഥാനത്ത് പേറോൾ ടാക്സ് എന്നുള്ള രീതിയിൽ വേജസ് കട്ട് ഷോർട്ട് ചെയ്ത് $9.5 ആക്കി മാറ്റി. അതായത് 50 സെൻറ്റ് അവിടെ വർക്കേഴ്സിൻ്റെ വേജിൽ നിന്നും ഫേംസ് പിടിക്കുവാണ്. എന്നിട്ട് ബാക്കി 50 സെൻസും കൂടി ഫേംസ് കയ്യിൽ നിന്ന് ഇട്ടിട്ടാണ് ആ $1 എന്നുള്ള രീതിയിൽ ടാക്സ് കൊടുക്കുന്നത്. അതായത് എൻറ്റയർ $1 ടാക്സ് ഫേം ഒറ്റയ്ക്കാണ് കൊടുക്കേണ്ടി വന്നിരുന്നെങ്കിൽ മൊത്തം ഫേമിൻ്റെ ചിലവ് ഒരു ലേബറിനെ ഹയർ ചെയ്യാൻ വരുന്നത് $11 ആയിരുന്നു. പക്ഷേ ഇവിടെ വർക്കേഴ്സായിട്ട് പേറോൾ ടാക്സ് ഫേംസും ഷെയർ ചെയ്യുന്നത് കൊണ്ട് ഇപ്പം നിലവിൽ ഒരു ലേബറിനെ ഹയർ ചെയ്യാൻ വരുന്ന ചിലവ് $10.5 ആണ്. അടുത്തത് ഇമ്പോസിഷൻ ഓഫ് പേറോൾ ടാക്സ് ഓൺ വർക്കേഴ്സ് ആണ്. അതായത് പേറോൾ ടാക്സ് വർക്കേഴ്സിലാണ് ഇമ്പോസ് ചെയ്യുന്നതെങ്കിൽ വർക്കേഴ്സിൽ ഉണ്ടാവുന്ന എഫക്ട്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. അതും ഒരു ഡയഗ്രത്തിൻ്റെ ഹെൽപ്പ് വെച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഡയഗ്രത്തിലും ടാക്സ് ഇമ്പോസ് ചെയ്യാത്ത സമയത്തുള്ള ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത് പോയിന്റ് എ ആണ്. ആൻഡ് പോയിന്റ് എയിൽ L0 വർക്കേഴ്സിനെയാണ് ഹയർ ചെയ്തിരിക്കുന്നത്. ആൻഡ് ആ L0 വർക്കേഴ്സിന് കൊടുക്കുന്ന ഇക്വിലിബ്രിയം അല്ലെങ്കിൽ മാർക്കറ്റ് ക്ലിയറിംഗ് വേജസ് W0 ആണ്. ഇവിടെയും W0 വേജസ് എന്നുള്ളത് $10 ആയിട്ട് നമുക്ക് കരുതാം. അപ്പോൾ സപ്പോസ് ഇവിടെ ഗവൺമെൻറ് പേറോൾ ടാക്സ് ഇമ്പോസ് ചെയ്യുന്നത് വർക്കേഴ്സിലാണ്. അതായത് വർക്കേഴ്സിനോടാണ് പറയുന്നത് അവർ ഓരോ മണിക്കൂറും വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന വേജസിൻ്റെ $1 പേറോൾ ടാക്സ് ആയിട്ട് അടയ്ക്കണം. അതേസമയം വർക്കേഴ്സിൻ്റെ ആഗ്രഹം അവർ വർക്ക് ചെയ്യുവാണെങ്കിൽ അവർക്ക് W0 വേജസ് തന്നെ വീട്ടിൽ കൊണ്ടുപോകണം എന്നുള്ളതാണ്. അതിനെയാണ് ടേക്ക് ഹോം വേജസ് എന്ന് പറയുന്നത്. അതായത് അവർ പണിയെടുത്താൽ അവർക്ക് $10 തന്നെ വീട്ടിൽ കൊണ്ടുപോകണം എന്നുള്ളതാണ്. അപ്പോൾ $10 വീട്ടിൽ കൊണ്ടുപോകും വേണം, എന്നാൽ $1 പേറോൾ ടാക്സ് ആയിട്ട് ഗവൺമെൻറ് അടയ്ക്കുകയും വേണം. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഈ L0 വർക്കേഴ്സ് കൂടുതൽ പേയ്മെൻറ്റ് ഫേംസിൽ നിന്നും ഡിമാൻഡ് ചെയ്യും. അതായത് W0+1 വേജസ്, അതായത് $11 ഫേംസിൽ നിന്നും ഡിമാൻഡ് ചെയ്യും. ഇവിടെ വേജസ് $11 ആയിട്ട് കൂടുമ്പോൾ കൂടുതൽ വർക്കേഴ്സ് ഈ ഹയർ വേജസിൽ വർക്ക് ചെയ്യാൻ റെഡി ആയിരിക്കും. അങ്ങനെ ഇരിക്കെ സപ്ലൈ കർവ് S1 ആയിട്ട് മുകളിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെ ഒരു പുതിയ ഇക്വിലിബ്രിയം പോയിന്റ് B ഫോം ചെയ്യും. W0+1 വേജസിൽ നമുക്ക് കാണാൻ പറ്റുന്നത് സപ്ലൈ ഓഫ് ലേബർ പോയിന്റ് സിയിലും എന്നാൽ ഡിമാൻഡ് ഫോർ ലേബർ പോയിന്റ് ഡിയിലുമാണ്. അതിനർത്ഥം അവിടെ എക്സസ് സപ്ലൈ ഓഫ് ലേബർ ആണ് ഉള്ളത്. അപ്പോൾ ഇത്രയും ഹയർ വേജസിൽ ഫേംസ് ലേബറേഴ്സിനെ ഹയർ ചെയ്യാൻ തയ്യാറാവാത്തത് കൊണ്ട് അവിടെ കൂടുതൽ വർക്കേഴ്സ് അൺഎംപ്ലോയിഡ് ആയിട്ട് നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ $11 നിന്നും വേജസ് താഴോട്ട് കുറഞ്ഞ് പോയിന്റ് ബിയിൽ എത്തുന്നു. അതായത് പുതിയ ഇക്വിലിബ്രിയം വേജായ W1 എത്തുന്നു. അങ്ങനെ എംപ്ലോയ്മെൻറ്റും L1 ആയിട്ട് മാറുന്നു.
ഇവിടെ ഇക്വിലിബ്രിയം പോയിന്റ് ബിയിൽ W1 വേജസ് കൊടുത്തുകൊണ്ട് L1 ലേബറേഴ്സിനെ ഫേംസ് ഹയർ ചെയ്തുകൊണ്ട് ലേബർ മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിൽ എത്തുവാണ്. എന്നാൽ അതേസമയം വർക്കർ ഇപ്പോഴുള്ള W1 വേജസിൽ നിന്നും $1 പേറോൾ ടാക്സ് ഗവൺമെന്റിന് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സപ്പോസ് W1 വേജ് എന്നുള്ളത്, അതായത് നിലവിലത്തെ പുതിയ ഇക്വിലിബ്രിയം വേജായ W1 സപ്പോസ് $10.5 ആണെന്ന് കരുതാം. അപ്പോൾ ഈ $10.5 നിന്നും വർക്കർ $1 ടാക്സ് ഗവൺമെന്റിന് കൊടുക്കുമ്പോൾ 10.5 മൈനസ് $1 ഈക്വൽസ് $9.5 ആയിരിക്കും വർക്കേഴ്സ് വീട്ടിലോട്ട് കൊണ്ടുപോകുന്നത്. അതായത് ടേക്ക് ഹോം വേജസ് ആഫ്റ്റർ ടാക്സ് $9.5 ആയിട്ട് മാറുന്നു. W1 മൈനസ് 1 ആയിട്ടാണ് ഇത് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും കാണാൻ പറ്റുന്നത് ശരിക്കും വർക്കേഴ്സിന് കിട്ടേണ്ട വേജസ് W0 ആയിരുന്നു, $10. പക്ഷേ $1 ടാക്സും കൂടി അടയ്ക്കേണ്ടതായിട്ട് വന്നപ്പം വർക്കേഴ്സ് കൂടുതൽ പേയ്മെന്റ് ഡിമാൻഡ് ചെയ്തു ഫോംസിൽ നിന്നും. അങ്ങനെ വേജസ് $11 ആയിട്ട് കൂടി. ഹയർ വേജസ് ആയി കഴിഞ്ഞപ്പം എക്സസ് സപ്ലൈ ഓഫ് ലേബർ വന്നതുകൊണ്ട് വീണ്ടും വേജസ് പുഷ് ഡൗൺ ചെയ്ത് $10.5 ആയിട്ട് കുറഞ്ഞു. അപ്പോൾ നിലവിൽ കിട്ടുന്ന $10.5 നിന്നും $1 പേറോൾ ടാക്സ് കൊടുക്കുമ്പോൾ ടേക്ക് ഹോം വേജസ് വർക്കേഴ്സിന്റെ $9.5 ആയിട്ട് മാറുന്നു. ഇവിടെയും നമുക്ക് കാണാൻ പറ്റുന്നത് വർക്കേഴ്സും ഫേംസും പേറോൾ ടാക്സ് ഷെയർ ചെയ്യുക. അതായത് സപ്പോസ് വർക്കർ ഒറ്റയ്ക്കാണ് ആ $1 ടാക്സ് പേ ചെയ്യേണ്ടി വന്നിരുന്നെങ്കിൽ കിട്ടുന്ന $10 നിന്നും $1 അങ്ങനെ തന്നെ ടാക്സിന്റെ രൂപത്തിൽ പോകുമ്പോൾ ഫൈനൽ ബാലൻസ് വെറും $9 ആ വർക്കറിന് കിട്ടുമായിരുന്നുള്ളൂ. പക്ഷെ ഇവിടെ ഫേമുമായിട്ട് വർക്കർ പേറോൾ ടാക്സ് ഷെയർ ചെയ്യുന്നത് കൊണ്ട് വെറും 50 സെൻസ് മാത്രമാണ് വേജിൽ റിഡക്ഷൻ വന്നിരിക്കുന്നത്. അതായത് $10 കിട്ടേണ്ടിയിരുന്ന സ്ഥാനത്ത് $1 ടാക്സിന്റെ രൂപത്തിൽ പോവുകയായിരുന്നെങ്കിൽ $9 ടേക്ക് ഹോം വേജസ് ആയിട്ട് കിട്ടുന്ന വർക്കർ നിലവിൽ $9.5 ആണ് കിട്ടുന്നത്. അതായത് 50 സെൻസ് മാത്രമാണ് അവിടെ ഫേംസ് പിടിച്ചു വെക്കുന്നത്. വേറെ രീതിയിൽ പറഞ്ഞാൽ വർക്കേഴ്സ് 50 സെൻസ് മാത്രമേ അവിടെ ടാക്സിന്റെ രൂപത്തിൽ സാക്രിഫൈസ് ചെയ്യുന്നുള്ളൂ. ബാക്കി 50 സെൻസ് ഫേംസും കൂടി ഇട്ടിട്ട് അങ്ങനെ $1 ആണ് പേറോൾ ടാക്സ് ആയിട്ട് ഗവൺമെന്റിന് പേ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് പേറോൾ ടാക്സ് വർക്കറിന്റെ മേലാണെങ്കിലും ഫേംസിന്റെ മേൽ ഇമ്പോസ് ചെയ്താലും ലേബർ മാർക്കറ്റിൽ സെയിം ഔട്ട്കം ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് പേറോൾ ടാക്സ് ആരുടെ മേൽ ഇമ്പോസ് ചെയ്താലും വർക്കേഴ്സിന്റെ ടേക്ക് ഹോം വേജസ് കുറയ്ക്കുകയും ചെയ്യും, ഫേംസിന്റെ കോസ്റ്റ് ഓഫ് ഹയറിംഗ് ലേബർ പെർ അവർ കൂട്ടുകയും ചെയ്യും, ഒപ്പം എംപ്ലോയ്മെന്റും കട്ട് ഷോർട്ട് ചെയ്യുന്നു. അടുത്തതാണ് ഇമ്പോസിഷൻ ഓഫ് പേറോൾ ടാക്സ് ഓൺ വർക്കേഴ്സ് വിത്ത് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് സപ്ലൈ. അതായത് വർക്കേഴ്സിന്റെ സപ്ലൈ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആണെങ്കിൽ പേറോൾ ടാക്സ് ഇമ്പോസ് ചെയ്യുമ്പം അത് വർക്കേഴ്സിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യും എന്നുള്ളതും ഒരു ഡയഗ്രത്തിന്റെ ഹെൽപ്പ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇനീഷ്യലി ഡിമാൻഡ് കർവ് ഫോർ ലേബർ D0യും സപ്ലൈ കർവ് ഇവിടെ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആയതുകൊണ്ട് ഒരു വെർട്ടിക്കൽ സ്ലോപ്പിംഗ് കർവ് ആണ് S. അപ്പോൾ ഇനീഷ്യലി ലേബർ മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത് പോയിന്റ് എയിലാണ്. പോയിന്റ് എയിൽ L0 വർക്കേഴ്സും W0 വേജസുമാണ്. W0 വേജസ് $10 ആയിട്ട് തന്നെ നമുക്ക് അസ്യൂം ചെയ്യാം. സപ്പോസ് ഇവിടെ ഗവൺമെന്റ് $1 ടാക്സ് ഫേംസിന്റെ മേലിൽ ഇമ്പോസ് ചെയ്യുവാണ്. അപ്പോൾ ഇത്തരത്തിൽ പേറോൾ ടാക്സ് ഇമ്പോസ് ചെയ്യുന്നത് കൊണ്ട് ഫേംസിന്റെ ഡിമാൻഡ് കർവ് ഫോർ ലേബർ അവിടെ D0യിൽ നിന്നും D1 ആയിട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. അങ്ങനെ വരുമ്പം വേജസ് W0 മൈനസ് 1 ആയിട്ട് കുറയുന്നു. അതായത് $10 നിന്നും $9 ആയിട്ട് അവിടെ കുറയുന്നു. അതിനർത്ഥം സപ്ലൈ കർവ് ഇവിടെ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആണെങ്കിൽ പേറോൾ ടാക്സ് ഇമ്പോസ് ചെയ്യുമ്പോൾ എൻറ്റയർ ടാക്സ് ഫേംസ് വർക്കേഴ്സിൽ നിന്ന് തന്നെ ഡിഡക്റ്റ് ചെയ്യുന്നു. അങ്ങനെ വർക്കേഴ്സ് തന്നെയായിരിക്കും മൊത്തം പേറോൾ ടാക്സ് ഫേംസിന്റെ ബിഹാഫിൽ പേ ചെയ്യുന്നത്.